GT Holidays, South India's #1 travel brand. Experience the next level of imaging with Vivo X100 series. Pre-book now. നമസ്കാരം, ഗറാട്ട പ്ലസ് മലയാളം റിവ്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ടൊവിനോ തോമസിൻ്റെ പുതിയ സിനിമയായ അന്വേഷിപ്പിൻ കണ്ടെത്തും. ഈ റിവ്യൂവിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഈ റിവ്യൂ സിനിമ മുഴുവൻ കണ്ടതിന് ശേഷം ചെയ്യുന്ന റിവ്യൂ ആണ്. ഇത് ഇൻ്റർവെല്ലിന് ഇറങ്ങി വന്ന് പകുതിക്ക് വെച്ച് ചെയ്യുന്ന റിവ്യൂ അല്ല. ഇതിൽ സ്പോയിലേഴ്സ് ഇല്ല. പിന്നെ വേറൊരു കാര്യം, ഈ സിനിമയിൽ എവിടെയെങ്കിലും ഉറങ്ങിപ്പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് പ്രത്യേകം എന്തുകൊണ്ടാണെന്നുള്ളത് പറയുന്നതായിരിക്കും. അപ്പോൾ ഇനി റിവ്യൂയിലോട്ട്. ടൊവിനോ ഇതിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്ന ഒരു SI ആണ്, ആനന്ദ് നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ, ഈ പറഞ്ഞ മാതിരി സിംപ്ലിസിറ്റി ഇതിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതൊരു ഷോർട്ട് കമ്മിങ് ആയിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പം പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഒരു ഭയങ്കര ഫങ്ഷണലായിട്ടൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആണ് ഇതിൻ്റെ ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ പുള്ളിയുടെ ഫെലോ ഓഫീസേഴ്സായിട്ട് അഭിനയിക്കുന്നത് രാഹുൽ രാജഗോപാൽ, വിനീത് തട്ടിൽ, പ്രമോദ് വെള്ളയനാട്, ഇവരൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഇതിൽ രാഹുൽ രാജഗോപാലും ടൊവിനോയും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരാണ് കൂടുതലൊരു ചിന്തകളിൽ ഓൾമോസ്റ്റ് ഒരു സെയിം വേവ് ലെങ്ത്തിൽ പോകുന്ന ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് വിനീത് തട്ടിലും പ്രമോദ് വെള്ളയനാണ് ഇതിൽ ഹ്യൂമർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അധികം ഹ്യൂമറില്ല, ഒരു സീരിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ തന്നെ ചിലപ്പം ഭയങ്കര സിമ്പിളായിട്ട് ഒരു എന്താ പറയുക, അവരുടെ ഡയലോഗ് ഡെലിവറി ആയിക്കഴിഞ്ഞാലും അവരുടെ ചില എക്സ്പ്രഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര ഒരു ഫണ്ണായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് അതിൽ. അപ്പം ഈ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അധികം സ്ട്രോങ് അല്ല എന്ന് ചിലപ്പം ചിലർക്ക് തോന്നുമെങ്കിലും ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പം KG ജോർജിൻ്റെ ഈ കണ്ണി കൂടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സായ് കുമാറിൻ്റെ കഥാപാത്രത്തിന് അധികം ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഇല്ല. പുള്ളി ഒരു സിമ്പിളായിട്ട് പറയാമെന്ന് വെച്ചാൽ സ്ട്രോങ് അപ്രൈറ്റ് പോലീസ് ഓഫീസർ, ഭയങ്കര ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസർ. അതാണ് ഏകദേശം ഇതിലും ടൊവിനോ ചെയ്യുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ ടൊവിനോയുടെ ക്യാരക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ചെറുതായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഇൻസ്പയറിങ് ക്യാരക്ടറാണ്. കാരണം പുള്ളി ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകും. ചിലപ്പോൾ അത് പ്രോട്ടോക്കോൾ ലംഘിച്ചിട്ട് തന്നെ ചെയ്യുന്ന ചില പരിപാടികളുണ്ട് ഇതിൽ. ഇതൊരു ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഇതിപ്പോൾ ഒരു ഭരചന്ദ്രൻ IPS അല്ലെങ്കിൽ സേതുരാമയ്യർ CBI അങ്ങനെയുള്ള ഒരു ക്യാരക്ടറല്ല ഇത്. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട 2 കേസുകളാണ് ഇവർ അന്വേഷിക്കുന്നത്. 2 കേസുകൾക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് രണ്ടിനും കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്, ബൈൻഡിങ് ആയിട്ടുള്ള കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഇതിൽ 2ാമത്തെ കേസാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പം അത് ഫസ്റ്റ് കേസിൽ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങൾ ഇവരെ മാനസികമായിട്ട് എഫക്റ്റ് ചെയ്യും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സെക്കൻഡ് കേസിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഫസ്റ്റ് കേസ് ഇല്ലെങ്കിൽ സെക്കൻഡ് കേസ് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആവത്തില്ല. സെക്കൻഡ് കേസിലാണ് ഒരു എന്താ പറയുക, ഒരു ഫൈനൽ ട്വിസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവം ഉള്ളത്. ഈ 2 കേസുകൾ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് കണ്ണൂർ സ്ക്വാഡുമായിട്ട് ചിലർ താരതമ്യം ചെയ്തേക്കാം. പക്ഷേ അതേസമയം ഇത് രണ്ട് സിനിമകളാണ്. കണ്ണൂർ സ്ക്വാഡ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല അന്വേഷിപ്പിൻ കണ്ടെത്തും ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഫൈറ്റ് സീക്വൻസുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഫൈറ്റ്സ് ഉണ്ട്, പക്ഷേ അതൊരു എന്താ പറയുക, ഭയങ്കര ഒരു ബിഗ് സ്കെയിലിൽ ചെയ്തിരിക്കുന്ന ഫൈറ്റ്സ് ഒന്നുമല്ല. പിന്നെ അതേസമയം അന്വേഷിപ്പിൻ കണ്ടെത്ത് കാണുമ്പോൾ നമ്മൾ ഇതിനൊരു പൊട്ടൻഷ്യൽ സീക്വൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ചെയ്തിരിക്കുന്ന വർക്ക് തന്നെയാണ്. അതിൽ ആദ്യമായിട്ട് പറയാനുള്ള ദിലീപ് നാഥിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനാണ്. ഇത് 90കളിൽ നടക്കുന്ന ഒരു കഥ ആയതുകൊണ്ട് ആ സമയത്തുള്ള ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ നമുക്ക് ശരിക്കും അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു ഫീലിംഗ് ആണ് ഇത് തരുന്നത്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ആയി കഴിഞ്ഞാലും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോപ്സ് ആയി കഴിഞ്ഞാലും ഇപ്പോൾ ചിലരുടെ വീട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഓരോ ക്യാരക്ടേഴ്സിൻ്റെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണോ അതനുസരിച്ചിട്ടുള്ള ഡിസൈനിങ് ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തത് പറയാനുള്ളത് ഇതിൻ്റെ ക്യാമറ വർക്കാണ്. ഗൗതം ശങ്കറാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഫ്രെയിംസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലൊരു സിനിമയിലൊരു ഭീതി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ദുരൂഹത ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഇതിൽ സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം സൈജു ശ്രീധരൻ്റെ എഡിറ്റിംഗ് ആയിക്കഴിഞ്ഞാലും അത് സിനിമയെ ഒരു ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കളർ ടോൺ എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ആൻഡ് ഗ്രീൻ പാലറ്റാണ്. അത് ഈ ആക്ടേഴ്സിൻ്റെ കോസ്റ്റ്യൂംസ് ചെയ്തിരിക്കുന്നത് സമീറ സനീഷാണ്. അതുമായി നല്ലപോലെ മാച്ചായി പോകുന്നൊരു കളർ പാലറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ പറയാനുള്ള സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്കാണ്. അതൊരു ഭയങ്കര
അറ്റ്മോസ്ഫിയറിക്കും ഒരു ഓർക്കസ്ട്ര ഹെവി സ്കോറാണ്. അത് സന്തോഷ് നാരായണൻ്റെ സ്കോർ തന്നെ ഈ സിനിമയ്ക്കൊരു ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഇതിന് കൊടുക്കുന്നുണ്ട്. അതാണ് അന്വേഷണം കണ്ടെത്തും റിവ്യൂ. അപ്പം see you next time. GT Holidays, South India's #1 travel brand. Experience the next level of imaging with Vivo X100 series. Pre-book now.